2299 രൂപ കൊടുത്ത് നമ്മൾ ബോട്ട് നിർവ്വാണ ആയതുകൊണ്ട് വാങ്ങിച്ചിട്ടേ അതിനകത്തൊരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അവർ അതിനൊരു പരിഹാരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പുതിയ പ്രോഡക്റ്റ് ആണെന്നേ ഉള്ളൂ. നിർവ്വാണ അയോൺ ANC 2499 രൂപയാണ് ഇതിന്റെ വില. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 2799 പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ്, ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നോക്കുന്നെങ്കിൽ ഈ ഒരു നിർവ്വാണ അയോൺ ANC വാങ്ങിച്ചാൽ വദ്ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷത എന്നാണ്. കൂടാതെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന നിർവ്വാണ അയോൺ ANC നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ചിട്ട്. എന്തായാലും ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ഇതാണ് നമ്മുടെ നിർവ്വാണ അയോൺ ANC. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ നിർവ്വാണ അയോണും അയോൺ ANCയും ഓൾമോസ്റ്റ് ലൈക്ക് അല്ലെങ്കിൽ 100% സെയിം ഡയമെൻഷൻ ആണ്. അതായത് സൈസ് എല്ലാം എവിടെയൊക്കെ നോക്കിയാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. കൂടാതെ ഇത് ഗ്ലോസി ഫിനിഷ് ആകുമ്പോഴത്തേക്ക് മറ്റത് മാറ്റ് ഫിനിഷ് ആണ്. അതാണ് ആകെ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും ഗ്ലോസി ഫിനിഷ് ഇതായതുകൊണ്ട് തന്നെ റഫ് യൂസ് ഒക്കെ ചെയ്യുന്നവർക്ക് എന്താ പറയുക, ഒരു കേസ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനാണ് കാശ് കുറച്ച്. നിർവ്വാണ അയോൺ ആയിക്കോട്ടെ അയോൺ ANCയുടെ കേസ് അവിടെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യണം. ഇനി നിങ്ങളുടെ കയ്യിൽ അയോൺ എന്നുള്ളതല്ല, വേറെ ഏത് ഇയർബഡ് ആണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും കാശ് കുറച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. പല ടൈപ്പിലുള്ള കേസസ് അവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഇവിടെ നമുക്ക് വരുമ്പോഴത്തേക്ക് ബോട്ടിന്റെ ലോഗോ ഫ്രണ്ടിലുണ്ട്. അതൊരു സിൽവർ പ്ലേറ്റഡ് ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. സെയിം നമ്മുടെ ബോട്ട് നിർവ്വാണ അയോണിലും ഇത് തന്നെയാണ്. കൂടാതെ തൊട്ട് താഴെയായിട്ടൊരു LED ഇൻഡിക്കേറ്ററും ഏറ്റവും അടിയിൽ ഒരു Type-C പോർട്ടും റീസെറ്റ് ബട്ടണും കാണാം. 600 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു കേസിൽ. കൂടാതെ 120 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അത് വിത്തൗട്ട് ANC. എന്നാൽ വിത്ത് ANC നമുക്ക് 100 മണിക്കൂറും കിട്ടും. ഇതൊക്കെ തന്നെ ഒരു 60% പാട്ട് കേട്ടാൽ മാത്രമാണ്. എന്നാൽ നിങ്ങൾ 100% പാട്ട് ഇടുമ്പോഴത്തേക്ക് നോ പ്രോബ്ലം, ഒരു 70-80 മണിക്കൂർ എന്തായാലും ടോട്ടൽ കിട്ടും. സോ നിങ്ങൾ അവിടെയും കൂടുതൽ അങ്ങോട്ട് ബോധറേണ്ട ആവശ്യമില്ല. 2.5 hours കൊണ്ട് കേട്ടോ ഇത് 100% ചാർജ് ആകാനായിട്ട്. കൂടാതെ 5V2A ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ. എന്തായാലും Type-C ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്താലും അതിനകത്ത് ഔട്ട്പുട്ട് 5V2A എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വെച്ച് യൂസ് ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചു പോകാൻ ചാൻസ് വളരെ കുറവാണ്. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഇയർബഡുകളോട് ഇരിപ്പുണ്ട്. എന്തായാലും അതിന് മുന്നേ പറയാനുള്ളത്, ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പറയുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. കാരണം ഇതിനകത്ത് ഇൻസ്റ്റാ വേക്കൻറ്റ് പെയർ ടെക്നോളജി ഉണ്ട്. കൂടാതെ ഇതിൽ ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഉണ്ട്. അതായത് നമ്മുടെ ആപ്പിളിലൊക്കെ എയർപോർട്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പോപ്പപ്പായി വരുമല്ലോ വിൻഡോ കണക്ട് ചെയ്യാനായിട്ട്, അതേപോലെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. കൂടാതെ കേസിന്റെ ചാർജും അതുപോലെ തന്നെ ഇയർബഡിന്റെ ചാർജും ഒക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു. എന്തായാലും ഇതൊക്കെ തന്നെ വർക്ക് ആവുന്നത് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ മാത്രമാണ്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. കൂടുതലൊന്നും എടുത്ത് പറയേണ്ട, നമ്മുടെ നിർവ്വാണ അയോൺ ഉണ്ടല്ലോ അത് തന്നെയാണ്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പൊടി ഇങ്ങനെ തൂറ്റേക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. കൂടാതെ എന്താ പറയുക, ഒരു കളർ ആണെങ്കിൽ പോലും രണ്ട് കോമ്പിനേഷനിലാണ്. ഇപ്പോൾ ഗ്രേ ആണെങ്കിൽ പോലും ഈ നമ്മളെ ചെവി വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു ഗ്ലോസി ഫിനിഷ്, ബാക്കി പുറമേ കാണുന്ന ഭാഗമൊക്കെ തന്നെ ഒരു മാറ്റ് ഫിനിഷാണ്. ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത്, ഇതൊരു ക്രിസ്റ്റൽ ബ്ലാക്ക് കളറാണ്. എന്തായാലും ബ്ലാക്ക് ആണെങ്കിൽ ഒരു ഡാർക്ക് ഗ്രേ കളറാണ്. ഇത് കൂടാഞ്ഞിട്ട് എന്തായാലും വൈറ്റിലും അവൈലബിൾ ആണ്. എന്തായാലും ഇയർബഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇയർബഡും ഒരു ബ്ലാക്ക് ആണെങ്കിൽ പോലും ഗ്രേ കളറാണ്. സോ നിങ്ങളൊരു ബ്ലാക്ക് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഡിസപ്പോയിന്റഡ് ആകും ഈ കളർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക്. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ ഓരോ ഇയർബഡുകൾക്കും 4.9 grams വീതം വെയിറ്റ് ഉണ്ട് കേട്ടോ. 70 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. സോ 24 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന സിംഗിൾ പ്ലേ ടൈം. ഒരു ദിവസം പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു ഇയർബഡ്. കൂടാതെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനോട് ഓൺ ആയി കഴിഞ്ഞാൽ അത് 20 മണിക്കൂറിലേക്കും പോകും. 1 മണിക്കൂറാണ് 100% ഇത് ചാർജ് ആകാനായിട്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വെയറിംഗ് കംഫർട്ടിലൊക്കെ വരുവാണെങ്കിൽ ഇത് എൻ്റെ ചെവിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. ചില ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇത് വെക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഇയർ പെയിൻ എടുക്കാൻ ചാൻസ് ഉണ്ട്, ചെറിയ ചെവികൾ ഉള്ളവർക്ക് കേട്ടോ. എന്നാൽ എന്നെ പോലെയുള്ള ഇപ്പോൾ അല്ലെങ്കിൽ എനിക്കെന്തായാലും നല്ല കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് ഇതങ്ങോട്ട് ചെവിയിൽ വെക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് ആ ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഇത് ചെവിയിൽ വെച്ചിട്ടും എന്താ പറയുക പുറമേയുള്ള സൗണ്ട് കേൾക്കുന്നെങ്കിൽ നോ പ്രോബ്ലം. അപ് ടു 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത് അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ മാക്സിമം ആ ഒരു സൗണ്ട് അങ്ങോട്ട് ക്ലോസ് ആവും. അതായത് പുറമേയുള്ള സൗണ്ട് അങ്ങോട്ട് ക്ലോസ് ആവും. പിന്നെ അപ് ടു 32 dB എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പരിധിയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്താ പറയുക എൻജോയ് ചെയ്യാം. ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പിലൊക്കെ കിട്ടുന്ന പോലുള്ള ഔട്ട്പുട്ട് ഉറപ്പായിട്ടും ഇവിടെ കിട്ടത്തില്ല. സോ അത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് എന്താ പറയുക കുറ്റം പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിർവ്വാണ അയോൺ ANCയിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ് ഔട്ട്ഡോറിൽ. ഞാൻ നോർമലാണ് സംസാരിക്കുന്നത് കേട്ടോ.
എന്തായാലും ഇതിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ENX ടെക്നോളജി ഉണ്ട്. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്ക് വീതം കാണാം. ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നമ്മളത് വാങ്ങിച്ചാൽ വർത്ത് ആകുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത, ഇതിനകത്ത് ഇന്നിയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കുന്നെങ്കിൽ ഇതങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പാട്ട് അങ്ങോട്ട് പോസ് ആവും. എന്നാൽ വീണ്ടും അതങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പ്ലേ ആവും. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 100% നമ്മൾ പാട്ടിട്ടാൽ പോലും യാതൊരു ഡിസ്ട്രാക്ഷനും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ എനിക്ക് മനസ്സിലായ ഒരു ബേസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരുന്നു നമ്മുടെ നിർവാണ അയോണിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചെറിയ സംശയം. കാരണം നിർവാണ അയോണിൽ ആ ഒരു 2 EQ മോഡ്സ് ഉണ്ടല്ലോ, ഒന്ന് ബാലൻസ്ഡും മറ്റൊന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ക്രിസ്റ്റൽ ബയോണിക് ചിപ്പ് സെറ്റിന്റെ ആ ഒരു സംഭവം, അതായത് സിഗ്നേച്ചർ സൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഔട്ട്പുട്ട് എന്തായാലും നിർവാണ അയോണിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു അമ്പലപ്പറമ്പിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഗാനമേള കേൾക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതായിരുന്നു. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അമ്മാതിരി അത്രയും ഇല്ലെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ബേസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ബോട്ട് എപ്പോഴും പറയണം, നമുക്ക് ഒരിക്കലും ബേസിൻ്റെ കാര്യത്തിൽ കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം ബേസ് ആവശ്യം പോലും ഉണ്ട്. നിങ്ങളൊരു ബേസ് ലവറാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും, അതിൽ വേറൊരു സംശയമില്ല. എന്തായാലും നിർവാണ അയോണും അയോൺ ANCയും തമ്മിലുള്ള ഒരു മ്യൂസിക് ക്വാളിറ്റിയിൽ എനിക്ക് ആകെ ചെറിയൊരു പറയാനുള്ളത്, മറ്റത് കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിരുന്നോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, കംപ്രസ് ചെയ്തൊരു ഫീൽ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഡ്രോബാക്ക് ആയിട്ട് പറയാനോ ഒന്നുമില്ല. ബ്ലൂടൂത്ത് വെർഷൻ 5.2ഉം അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. കൂടാതെ IPX4ന്റെ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. IPX4 എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാം വെള്ളത്തിലൊക്കെ. പക്ഷേ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വാറണ്ടി ഉണ്ടെങ്കിലും വാറണ്ടി അങ്ങോട്ട് ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. സോ അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ കടലിലൊക്കെ കുളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിക്ക് ഹെവി റെയിനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് അവെയർ വെക്കണം കേട്ടോ. വാട്ടർ ഡാമേജ് വന്നാൽ ഉറപ്പായിട്ടും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. നമ്മുടെ ഇയർബഡിന് ആവശ്യമുള്ള ഒരു ആപ്പാണ് ഈ ഒരു ബോട്ട് ഹിയറബിൾസ് എന്ന് പറയുന്നത്. എന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രോഡക്റ്റ് അങ്ങോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വരും കേട്ടോ. ആ ഒരു ഇൻ്റർഫേസിലേക്ക് തന്നെ ലെഫ്റ്റും റൈറ്റും ഒക്കെ 100% ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ഇവിടെ വന്നിട്ട് മാനുവലി ഓൺ ഓഫ് ഒക്കെ ആക്കാം. കൂടാതെ ബോട്ട് അഡാപ്റ്റീവ് EQ നമുക്ക് ഓൺ ഓഫ് ആക്കാം. ബോട്ട് ഇക്വലൈസർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് ഇടാനും എടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഡയഗ്നോസ് മൈ ഡിവൈസ് ചെയ്യാം. കൂടാതെ ടച്ചിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ടച്ച് കൺട്രോൾസ് ഓൾറെഡി ഡീഫോൾട്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിക്ക് അങ്ങോട്ട് മാറ്റാം. ലെഫ്റ്റിലും റൈറ്റിലും 3 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ബീസ് മോഡ് ഓൺ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് ഇപ്പോൾ ലെഫ്റ്റിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഗൂഗിൾ അസിസ്റ്റൻസ് വേണോ, EQ ചേഞ്ച് വേണോ, ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സിസ്റ്റത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഇന്നിയർ ഡിറ്റക്ഷൻ ഓൾറെഡി നിങ്ങൾക്കറിയാം, നിർവ്വഹണ ആയോലും ഉണ്ടായിരുന്നു, ഇതിലും ഉണ്ട് ഇന്നിയർ ഡിറ്റക്ഷൻ. അത് നമുക്ക് ഓൺ ഓഫ് ആക്കാം. കൂടാതെ മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി ഡ്യുവൽ പെയറിംഗ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഓൺ ഓഫ് ഒക്കെ ആക്കാം. അതേപോലെ തന്നെ ഫേംവെയർ അപ്ഡേറ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് അപ്ഡേറ്റ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു ബോട്ട് ഹിയറബിൾ ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡ്യുവൽ പെയറിംഗ് ഉണ്ട്. അറ്റ് എ ടൈം നമുക്ക് മൊബൈലിലും ലാപ്ടോപ്പിലും അല്ലെങ്കിൽ മൊബൈലും ടാബ്ലറ്റിലും ഒക്കെ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ 60ms ബീസ് മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാവേ. ഞാൻ SBC കോഡക്കിലാണ് ഇട്ട് കളിക്കാൻ പോകുന്നത്. കൂടാതെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫയർ ചെയ്തിട്ട് അങ്ങോട്ട് കൈയെടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം സൗണ്ട് സസ്റ്റെയിൻ ചെയ്തെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല പെർഫെക്റ്റ് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. 60ms എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, നിങ്ങളൊരു നോർമൽ പ്ലെയർ ആണെങ്കിൽ കളിച്ച് പോകാം. പ്രത്യേകിച്ച് SBC കോഡൊക്കെ ഓൺ ആക്കുമ്പോഴത്തേക്ക് ആ ഒരു എന്താ പറയുക 60ms മാക്സിമം ഔട്ട്പുട്ട് കിട്ടും. എന്നാൽ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു വയേർഡ് ഇയർഫോൺ വാങ്ങിച്ച് കളിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. എന്തായാലും ഇത്രയാണ് ഈ ഒരു നിർവ്വഹണ അയോൺ ANCനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 2499 രൂപയ്ക്ക് അല്ലെങ്കിൽ 2799 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാൽ വത് ബൈങ് ആകോ ഇല്ലെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നിർവ്വഹണ അയോണിലെ അതിപ്പോൾ ഓൾറെഡി 2299 ആയതുകൊണ്ട് തന്നെ അതാണ് ഇവർ ANCക്ക് 2499 ഇട്ടേക്കുന്നത്. 2799 ഉള്ളത് ഇല്ല കേട്ടോ, അത് ഉറപ്പാണ്. എന്നാൽ ഒരു 2000 രൂപയ്ക്ക്, അതായത് ഓഫർ സമയങ്ങളിൽ അയോൺ 1799 വരും. സോ ആ സമയത്ത് ഇതങ്ങോട്ട് 2000 രൂപയ്ക്ക് വന്നെങ്കിൽ
ഉറപ്പായിട്ടും നമുക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം. 2000 രൂപയ്ക്കുള്ള മുതലുണ്ട് കേട്ടോ. മൈക്ക് ക്വാളിറ്റി ഓൾറെഡി നിങ്ങൾ ആ കേട്ട് കഴിഞ്ഞു, കൂടാതെ ഗെയിമിംഗ് കണ്ടു കഴിഞ്ഞു. അതേപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി മാത്രം നിങ്ങൾ കേൾക്കാത്തത്. മ്യൂസിക് ക്വാളിറ്റി ഉറപ്പായിട്ട് ഞാൻ വീണ്ടും പറയാനുള്ളത്, നിങ്ങൾ ബേസ് ലെവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കൂടാതെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ആ EQ മോഡ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. ഇനി അതല്ല, നമ്മൾ ആ ഒരു ബോട്ട് ഹിയറബിൾ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം കണക്ക് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കേൾക്കാം. സോ അതിലൊന്നും നിങ്ങൾക്ക് ഒരിക്കലും കുറ്റം പറയാനും പറ്റത്തില്ല. ഓവറോൾ 2000 രൂപയ്ക്ക് നമുക്ക് ഇത് കിട്ടുവാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ. 2499 രൂപയ്ക്ക് കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. 2799 രൂപയ്ക്ക് വാങ്ങിക്കേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇഷ്ടം അത് ലൈക്കായിട്ട് അറിയിക്കണേ. കൂടാതെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.